ഈ കാണുന്ന കേട്ടോ നമ്മുടെ ടൈസർ ടർബോയും പെട്രോളും. ഈ ഓറഞ്ചാണ് ടർബോ, ആ സിൽവറാണ് പെട്രോൾ. ഈ ടർബോയിൽ 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. എന്നാൽ പെട്രോളിനകത്ത് വരുമ്പോൾ 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇപ്പം നമുക്ക് എന്തായിരിക്കും ഈ ടർബോയും പെട്രോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. എ സി ഓണാക്കി എൻ്റെ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ടർബോയും പെട്രോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതായത് ടർബോയും നമ്മുടെ നോർമൽ പെട്രോൾ എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ടർബോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ്റെ കൂടെ, അതായത് എഞ്ചിൻ്റെ കൂടെ ടർബോ എന്നൊരു ഫീച്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ടർബോയുടെ പ്രത്യേകത. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു സ്പോർട്ടി മോഡ് കിട്ടണം, വണ്ടി ഒന്ന് എറിച്ച് നിൽക്കണം. അതായത് വണ്ടിക്കൊരു സ്പോർട്സ് ടൈപ്പ്, അതായത് ഒരു ലൈഫ് സ്പാൻ കുറവാണെങ്കിലും അങ്ങനെ തന്നെ വേണം പറയാൻ. അതായത് ഈ ചെറിയ വണ്ടികൾ ഈ സ്പോർട്ടി മോഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് തീർച്ചയായിട്ടും അതിന് ലൈഫ് സ്പാൻ കുറയും. ഇപ്പോൾ ഈ വണ്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് മോഡ്, ഒരു ക്രോസ് ഓവർ XUV ആണ് നമ്മുടെ ഈ ടൈസർ. എന്നാൽ ആ ടൈസറിന് ഇത് കൊടുത്തു കഴിയുമ്പോൾ നല്ല പവറിൽ നിൽക്കും. ഏതായത് നമുക്ക് ഹില്ലൊക്കെ നല്ല അടിച്ച് കയറ്റി ഒരു യൂത്തന്മാർക്കൊക്കെ ചെത്തി നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ടർബോ. പക്ഷേ ഈ ചെറിയ മോഡൽ വണ്ടികൾക്ക് അങ്ങനെ ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾക്ക് ലൈഫ് സ്പാൻ കുറയും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും നമ്മുടെ മലയാളികൾ പ്രധാനമായിട്ട് നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മൈലേജാണ്. അതിന് പറ്റുന്നതാണ് നമ്മുടെ ആ കിടക്കുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ടൈസർ. എന്നാൽ ഈ സ്പോർട്ടി മോഡിലേക്ക് വരുമ്പോൾ, നമ്മുടെ ടൈസർ ടർബോ സ്പോർട്ടിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് മൈലേജ് എന്നൊരു കാര്യം നമുക്ക് ഇച്ചിരി കുറയും. അത്രയ്ക്ക് നമുക്ക് ആ സ്പോർട്ടി മോഡ് ഇതിൽ കിട്ടുന്നതുകൊണ്ട്, ഒരു പെർഫോമൻസ് എല്ലാം ഇതിൽ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു മൈലേജിൻ്റെ കാര്യം കുറച്ച് കുറയും. രണ്ടിനും അതിൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ടർബോയ്ക്കകത്താണ്. നമ്മുടെ ഇൻറ്റീരിയറും സ്റ്റീരിയോയും സീറ്റും എല്ലാം വലിയൊരു വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഇതൊക്കെ ഒരു 5 സീറ്റർ വണ്ടിയാണ്, നമ്മുടെ ഗ്ലാൻസിൻ ടൈസറൊക്കെ. പക്ഷേ ഇതൊരു ക്രോസ് ഓവർ XUV ആണ്. നല്ല സ്റ്റൈലിഷ് വണ്ടിയാണ്. നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഒരു ഫാമിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പ് വണ്ടിയും കൂടെയാണ്. പക്ഷേ എന്നാൽ തന്നെ നമ്മളിത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതൊരു അഡ്വൈസായിട്ട് കരുതേണ്ട, ഞാനൊരു ചുമ്മാ ഒരു അഭിപ്രായം പറയാമെന്ന് കരുതിയാൽ മതി. അതായത് നമ്മളിപ്പോൾ ഈ ടർബോയിലേക്ക് വരുമ്പോൾ, അതായത് ഈ ഫ്രോൺസ്, ടൈസർ, ഈ മോഡൽ വണ്ടികൾ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിലിണ്ടർ ഒന്ന് ജസ്റ്റ് നോക്കണം. അതായത് നമ്മളൊന്ന് എസ്സോടെ അടുത്തൊന്ന് ചോദിക്കണം, അതായത് എത്ര സിലിണ്ടറാണ്. അവർ പറയും ഇതൊരു ഈ നമ്മുടെ ടർബോ എന്ന് പറയും 3 സിലിണ്ടർ 1 ലിറ്റർ എഞ്ചിനാണ്, എന്നാൽ നല്ല പവർ കൂടിയ വണ്ടിയാണ്. എന്നാൽ ആ കാണുന്നതോ 1.2 ലിറ്റർ 4 സിലിണ്ടർ, എന്നാൽ മൈലേജും ഉണ്ട്, എന്നാൽ സ്പോർട്ടി മോഡ് കുറവാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, നേരെ വന്ന് ഈ ടർബോ, അതായത് ഒന്നോടൊന്ന് ഇറച്ചി നിൽക്കുന്ന വണ്ടി എടുക്കും. പക്ഷേ അവിടെ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിയുടെ ലൈഫ് സ്പാൻ കുറയും. അപ്പോൾ ആളുകൾ പറയും ഈ വണ്ടി ഞാൻ പണ്ട് തൊട്ടേ ഓടിക്കുന്നതാണ്, അങ്ങനെയൊക്കെ നമുക്ക് വേണേൽ ആളുകൾക്ക് കൊണ്ട് പറയാം. പക്ഷേ ഇതാണ് വാസ്തവം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ 2 വണ്ടികളും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഏത് രീതിയിലായാലും വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നടന്നു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു.